കേരളത്തിന്റെ വിപ്ലവ നായകൻ വി.എസ്. അച്യുതാനന്ദന്റെ ജീവചരിത്രം ഒരുങ്ങുന്നു. ആലപ്പുഴ വേലിക്കകത്ത് വീട്ടിൽ ജീവചരിത്രമടങ്ങിയ 40 ചിത്രങ്ങളാണ് ചുവരിൽ വരയ്ക്കുന്നത്. കേരള ലളിതകലാ അക്കാദമിയാണ് ജീവചരിത്രം സംബന്ധിച്ച ചിത്രങ്ങൾ ചുവരിൽ ഒരുക്കുന്നത്. ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, കേരളത്തിന്റെ പ്രിയപ്പെട്ട വി.എസിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഓർമ്മചിത്രങ്ങൾ രൂപപ്പെടാൻ പോവുകയാണ്. വിശദാംശം. തീർച്ചയായിട്ടും ഷമി, കേരളത്തിൻ്റെ സമര നായകൻ വിപ്ലവ സൂര്യൻ വി.എസ്. അച്യുതാനന്ദൻ്റെ വേലിക്കകത്ത് വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറത്ത്, അതായത് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ചിത്രങ്ങളുണ്ടായിരുന്നു. പക്ഷേ കേരള ലളിതകലാ അക്കാദമി ഇപ്പോൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹം ജനിച്ചപ്പം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ, അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ, ഏതാണ്ട് 40ഓളം ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. പക്ഷേ ഏതാണ്ട് 5000-ലധികം ചിത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവയാണത്. നമുക്കത് ഇപ്പോൾ കാണാം. ഇത് പി കൃഷ്ണപിള്ളയോടൊപ്പം അദ്ദേഹം പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. അങ്ങനെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സഹോദരനൊപ്പം അദ്ദേഹത്തിൻ്റെ തയ്യൽ പഠനകാലം, അതിന് മുൻപ് നമുക്ക് കാണുന്നത് അദ്ദേഹത്തിൻ്റെ സ്കൂള്, കളർകോട് അദ്ദേഹം പഠിച്ച സ്കൂള്. പിന്നീട് ഇത് അദ്ദേഹത്തിൻ്റെ നമുക്കതിൻ്റെ തുടക്കം നമ്മളെന്തായാലും അത് കാണണം. തുടക്കം അദ്ദേഹം, നമുക്കറിയാം, വി.എസിൻ്റെ അമ്മയ്ക്ക് വസൂരി വന്ന് ഒരു വയലിൻ്റെ നടുവിലായിരുന്നപ്പോൾ അവരെ സ്വന്തം മകൻ അമ്മയെ കാണാൻ പോകുന്ന ചിത്രമാണ് ആദ്യം വരച്ചിരിക്കുന്നത്. അതിന് തൊട്ട് സമീപത്ത് നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ പഠനകാലത്തുണ്ടായ സംഭവങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. കേരള ലളിതകലാ അക്കാദമിയാണ് ഏതാണ്ട് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത്. ഈ ചുവര് മുഴുവൻ ചിത്രങ്ങളാണ്. ലളിതകലാ അക്കാദമിയുടെ ഒരു ചിത്രകാരൻ നമ്മോടൊപ്പമുണ്ട്. എന്താണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചിത്രരചനയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിൽ പൂർണ്ണമായിട്ടും എന്തൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അതിപ്പോൾ നമ്മൾ ആദ്യം വി.എസിൻ്റെ 102ാം ജന്മദിനവുമായിട്ടാണ് ബന്ധപ്പെട്ട് ഇത് ആദ്യം തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ 2ാം ഘട്ടം എന്ന നിലയിൽ കുറച്ച് മാറ്റം വരുത്തിയതെന്ന് പറഞ്ഞാൽ കളർ ടോണുകളിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരേ ടോണിൽ കളർ പാറ്റേൺ വെച്ചുകൊണ്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വി.എസിൻ്റെ ചെറുപ്രായം മുതൽ, ഇതിപ്പോൾ എന്താണ് നമ്മൾ ഈ ചിത്രം, ഇതിപ്പോൾ വി.എസ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, പഠിക്കാൻ പോകുന്ന കളർകോട് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. വായിച്ചും കേട്ടും അറിഞ്ഞാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ സ്കൂളിൽ അന്നത്തെ സവർണ കുട്ടികൾ വി.എസിനെ ആക്രമിക്കുമായിരുന്നു, പലപ്പോഴും തടയുകയും ആക്രമിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ആക്രമിക്കുന്നതിനെതിരായി അരിഞ്ഞാണ ഊരി അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരിഞ്ഞാണ ഊരി അടിക്കാനായിട്ട് അടിക്കുന്നൊരു ഭാഗമാണ് സ്കൂളിൽ പഠിക്കുന്ന പിന്നെ കളർകോട് LP സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിൻ്റെ ഒരു സിമ്പിളാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ വി.എസ്. ജൗളിക്കടയിൽ ജോലിക്ക് പോകുന്ന ഒരു ഭാഗം നമ്മൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട് ഇരുന്ന് കൃഷ്ണപിള്ളയുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ഭാഗം. പിന്നെ ഞങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് പുന്നപ്ര വയലാറിൻ്റെ ഒരു സിമ്പിൾ, സമരത്തിൻ്റെ ഒരു സിമ്പിൾ ഞങ്ങളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോലീസ് മർദ്ദനം, ലോക്കപ്പ് മർദ്ദനം, അതായത് അത് ഭീകരമായ മർദ്ദനമാണ്. അത് നമ്മൾ പലരും പറഞ്ഞും വായിച്ചും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ നമ്മളവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ വിവാഹം, അതിനുശേഷം പിന്നെ മതികെട്ടാൻമല, പിന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സമര പോരാട്ടങ്ങളുടെ ചരിത്രം, പിന്നെ അതിനുശേഷം നിയമസഭ പ്രവർത്തനങ്ങൾ, സത്യപ്രതിജ്ഞ, അങ്ങനെ ഈ ഡാമിലേക്ക് പോകുന്നത്, പിന്നെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ദേശീയ നേതാക്കന്മാരായിട്ടിരിക്കുന്നത്, പിന്നെ ഏറ്റവും അവസാനം നമ്മൾ വിലാപയാത്രയിലാണ് ഈ തീം അവസാനിക്കുന്നത്. അപ്പോൾ വിലാപയാത്രയുടെ ചിത്രം ഞങ്ങൾ വരച്ചിട്ടില്ല, ഇന്ന് ഇപ്പോൾ അത് വരക്കാനായിട്ട് ഇങ്ങനെ തയ്യാറാവുകയാണ്. അപ്പോൾ ക്യാമ്പ് യഥാർത്ഥത്തിൽ 5 ദിവസമായിരുന്നു. ആ ചിത്രങ്ങളൊക്കെ കാണിക്കുക, ബാക്കിലത്തെ ചിത്രങ്ങൾ. ക്യാമ്പ് യഥാർത്ഥത്തിൽ 5 ദിവസമായിരുന്നു. ആ ക്യാമ്പിൻ്റെ സമയം കഴിഞ്ഞു. പക്ഷേ എങ്കിലും ചിത്രങ്ങളും എല്ലാം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പൂർത്തീകരിച്ചിട്ടില്ല. 5 ദിവസം കൊണ്ടൊന്നും ഇത്തരം വലിയൊരു പദ്ധതി നമുക്ക് തീർക്കാൻ കഴിയില്ല. 15 ചിത്രകാരന്മാരാണ് ലളിതകലാ അക്കാദമി വി.എസിൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചു. വി.എസിൻ്റെ ജീവിതം ഏതാണ്ട് പൂർണ്ണമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയും അനവധി സമരഭൂമികൾ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ എന്നാലും വി.എസിൻ്റെ മകൻ അരുൺകുമാർ യുടെ നേതൃത്വത്തിൽ വളരെ സെലക്റ്റീവായിട്ടുള്ള ചിത്രങ്ങളാണ് അക്കാദമിക്ക് കൈമാറിയത്.
ഷമേ, വി എസിൻ്റെ വീട്ടിലെത്തുന്ന അല്ലെങ്കിൽ ഈ വേലിക്കകത്ത് വീട്ടിലെത്തുന്ന പുതുതലമുറയിൽപ്പെട്ടവർക്ക് എന്തായിരുന്നു വി എസ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ചിത്രങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്ന വലിയ ചുടുകാട്ടിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുമൊക്കെ എത്തുന്നത്. പക്ഷേ ഇവിടെ എത്തുന്നവർക്ക് ഇനി വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ തന്നെ വി എസ് എന്താണെന്ന് പൂർണ്ണമായിട്ടും കാണിച്ചു കൊടുക്കുന്ന ചിത്രങ്ങളാണ് നമുക്കിവിടെ ഈ വേലിക്കകത്ത് വീടിനുള്ളിൽ കാണാൻ സാധിക്കുന്നത്. ഷമി.